അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഈ പറയുന്ന ആൾക്കാർ കഞ്ചാവിന്റെ ലഹരി പുകയ്ക്കാൻ വേണ്ടി ഇവിടെ എത്തുന്ന ആളുകൾ ഈ പറയുന്ന പ്രദേശമാണ് ഈ കാട്ടിനകത്തൊക്കെ കയറിയിരിക്കുന്ന ആളുകളൊന്നും ഇവിടുത്തുകാരല്ല. പക്ഷേ രാവിലെ നമ്മളിവിടെ ഇറങ്ങുമെന്ന് മനസ്സിലായതുകൊണ്ടാണെന്നറിയാം ഇവരൊന്നും കാണുന്നില്ല കേട്ടോ. എപ്പോഴാണ് ഇവരൊക്കെ സാധാരണ വരിക? ഒരു 11 മണി കഴിയുമ്പോൾ തൊട്ട് ഇവിടെ ആളുകൾ വരാൻ തുടങ്ങും. എത്ര മണി വരെ നിൽക്കും? വൈകുന്നേരം 5 മണി 6 മണി വരെ സ്കൂൾ കുട്ടികളുണ്ടാവും, കോളേജ് വിദ്യാർത്ഥികൾ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ ആളുകൾ വന്നിട്ട് രാത്രി കാലങ്ങളിലും ഇവിടം കേന്ദ്രീകരിച്ചുള്ള വലിയ രീതിയിലുള്ള ലഹരി ഉപയോഗം നടക്കുന്നുണ്ട്. ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഇത് ചീപ്പങ്കൽ എന്ന് പറയുന്ന സ്ഥലമാണ്. പോലീസുകാരുടെ ഒരു പരിധിവരെയൊക്കെ നാട്ടുകാർ പറയും, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാലും പേടിയാണ് അവർക്കൊക്കെ. നമ്മുടെ പേരെന്താ? എന്റെ പേര് ലിജീഷ്. നിങ്ങൾക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയില്ല. ഞങ്ങൾ പലപ്പോഴും ഇവിടെ വന്നിട്ട് കാണുമ്പോഴൊക്കെ പറഞ്ഞു വിടാറുണ്ട്. നമുക്കൊരു ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷൻ ആണ് ഇത് ശരിക്കും. അവരും ടൂറിസമായിട്ടായിരിക്കും ഇത് കാണുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു പരിധി കൂടുതൽ നാട്ടുകാർക്ക് എതിർത്താൽ തീർക്കാവുന്ന കാര്യമല്ലേ? നിങ്ങൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണോ CPM-ന്റെ? അതെ, CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. പലയാവർത്തി ഞങ്ങൾ ഇവിടെ വന്ന് ആളുകളെ പറഞ്ഞു വിടും. ഇതിനകത്തൊരു 2 വർഷം മുമ്പ് രണ്ട് വിദ്യാർത്ഥികൾ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും വന്നു. ഇവിടെ ഇരുന്ന് ആൺകുട്ടി ഇവിടെ സൂയിസൈഡ് ചെയ്തു. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പോലീസ് സ്റ്റേഷൻ കോട്ടയം ബെസ്റ്റാണ്. ഇവിടുന്ന് 20 കിലോമീറ്റർ അപ്പുറം പോലീസ് സ്റ്റേഷൻ. ഈ പ്രദേശം ജില്ലാ സൂപ്രണ്ട് അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് വരുമ്പോൾ കൊമരാത്ത പോലീസാണ് ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിനെ നമ്മൾ ഈ പറയുന്ന കാട് പിടിച്ച സ്ഥലത്തേക്ക് ഒന്ന് ക്ഷണിക്കുന്നു അല്ലേ? നേരിട്ട് കണ്ടി ഇതിനകത്ത് കഞ്ചാവ് മാത്രമേ ഉള്ളൂ അതോ അതിന് കൂടിയ സാധനങ്ങളുണ്ടോ? എല്ലാവിധ ലഹരികൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അത് മദ്യം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കാണാം അവിടെയൊക്കെ ഇഷ്ടം പോലെ മദ്യക്കുപ്പികളും ഒക്കെ ഉണ്ട്, ലഹരിയുണ്ട്. ടൂറിസത്തിന്റെ ഒരു 58 കോടി രൂപയുടെ ഒരു വാട്ടർ തീം പാർക്കിന്റെ പ്രോജക്ട് ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയധികം മാറ്റങ്ങൾ ഉണ്ടാകും ഇവിടെ. അതാണ് ഇവിടെ. നിങ്ങൾക്കൊക്കെ നേരിട്ട് അവിടെ പോകാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇവരുടെ എതിർപ്പുകൾ എന്തെങ്കിലും ഉണ്ടാകുമോ? ഇല്ല, നമുക്ക് എപ്പോഴും വരാൻ പറ്റത്തില്ല. എങ്കിലും നമ്മൾ ചില സമയങ്ങൾ ഇവിടുന്ന് വിളിച്ചു പറയുമ്പോൾ അന്നേരം തന്നെ ഇവിടെ വരാറുണ്ട്. ഞാൻ താമസിക്കുന്നത് അയ്മനാണ്. ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ അപ്പുറമാണ് ഞാൻ താമസിക്കുന്നത്. അയ്മനം ഗ്രാമം എന്ന് വെച്ചാൽ ലോകം പറയുന്ന ഗ്രാമമാണ്, അതിനടുത്താണ് നടക്കുന്നത്. പക്ഷേ നമ്മുടെ ഇതൊരു ഒറ്റപ്പെട്ട സ്ഥലമാണ്, ആൾക്കാർക്ക് ഇത് വളരെ സൗകര്യമായ ഒരു സ്ഥലമാണ്. എന്തായാലും ഇത്തരം ഇരുട്ടറകളിലും കാടുകളിലും ഒക്കെ തന്നെ സ്വൈര്യവികാരം നടത്തുന്ന ആൾക്കാരെ കൂടി നമുക്ക് പിടിച്ചേ പറ്റൂ അല്ലേ? ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുക, നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന ആളുകളെ ചെക്ക് ചെയ്യുക, അതൊക്കെ നാട്ടുകാർക്കാണല്ലോ ചെയ്യാൻ പറ്റുക. അപ്പൊ പോലീസിന് എപ്പോഴും അപ്പൊ നമുക്ക് ചേട്ടനെ കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് മനസ്സിലായി. നമ്മളെ ഈ കഞ്ചാവ് തോട്ടമൊക്കെ കാണിക്കുന്നതിന്റെ കാര്യത്തിലിടയില് ചേട്ടന്റെ കാര്യം വിട്ടുപോയെന്ന് സംശയം. ചേട്ടൻ ഈ യാത്രയിലേക്ക് കാണാറുണ്ടോ? ഇങ്ങനെ ഉണ്ടല്ലേ? എന്താ ശരിക്കും ഇവിടെ നടക്കുന്നത്? അത് ആണും പെണ്ണും എല്ലാം ഉണ്ട്, കുട്ടികളും ഉണ്ട്. അതിന് മാത്രം ലിംഗഭേദമില്ല, ബാക്കി എല്ലാ കാര്യത്തിലും. നമ്മുടെ വയലിനെ കണ്ടില്ലല്ലോ. സമിതികളും പിന്നെ കുടുംബശ്രീ വഴിയും നമ്മുടെ ഗ്രാമസഭകളിലും എല്ലാം ബോധവൽക്കരിക്കുന്നുണ്ട്. നമ്മുടെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അതിലും പ്രോഗ്രാമുകളൊക്കെ വെച്ച് നമ്മൾ സംഘടിതമായിട്ട് ചെന്ന പോകുന്ന കഞ്ചാവ് കച്ചവടക്കാരല്ലേ ഉള്ളൂ ഇവിടെ. അല്ല ചേച്ചി, ബോധവൽക്കരണം അല്ലല്ലോ, ഇനി ആക്ഷൻ ആണല്ലോ നമുക്ക് വേണം. അല്ല, നമ്മൾ ഇത്രയും കാലം ബോധവൽക്കരിച്ചു, എന്നിട്ട് എന്തെങ്കിലും ഉണ്ടായോ? അപ്പൊ ചേച്ചി പൊളിച്ചടുക്കുന്നത് പോലീസുകാരെ അറിയിക്കാറുണ്ട്. പോലീസുകാരെയല്ല, പൊളിച്ചെടുക്കാൻ പറഞ്ഞു. മാത്രമല്ല, ബോധമുള്ളവരോടല്ലേ ബോധവൽക്കരണം നടത്താൻ പറ്റും, ഇവർക്ക് ബോധമില്ലല്ലോ. അതെ, എവിടെ പോയെന്ന്. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ വയലിൻ വായന വളരെ താല്പര്യത്തോടെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാടും പടലും ഒക്കെ നമ്മൾ കണ്ടത്. അപ്പൊ എന്തായാലും ഈ കാട്ടിനുള്ളിലെ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആൾക്കാരെ ഒന്ന് തടയേണ്ട ആവശ്യമുണ്ട്. ചേട്ടനെ നമ്മൾക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ചേട്ടന്റെ വീടൊക്കെ എവിടെയാ? അയ്മനം. ഓക്കെ. അപ്പൊ അയ്മനം മനോഹരമായ ഗ്രാമമാണ്, ലോകം അറിയുന്ന ഒരു സ്ഥലമാണ്. ചേട്ടന്റെ പേരെന്താ? മാത്യു അല്ലേ? ഓക്കെ.